സർവീസ് വോട്ടുകളാണ് കൂടുതൽ. സർവീസ് വോട്ടുകൾക്കിടയിൽ, ഉദ്യോഗസ്ഥർക്കിടയിൽ നിതീഷ് കുമാറിന് അതേ ജനപ്രീതിയുണ്ട്. സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ അമ്മമാർ, പെങ്ങന്മാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നറിയാൻ EVM-ന്റെ വോട്ടുകൾ സൂചനകൾ കൂടി പുറത്തു വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പോസ്റ്റലിൽ ട്രെൻഡ് 63-36. അതിനൊരു ട്രെൻഡായിട്ട് പറയാൻ പറ്റുമോ? നോക്കാം. പറയാൻ കഴിയുള്ളൂ സ്വാഭാവികമായും. തീർച്ചയായും നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 63 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 38 എന്ന നിലയിലേക്ക് മഹാസഖ്യം ഉയരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും വലിയ സീറ്റിന്റെ വ്യത്യാസമുണ്ട്. ഏതാണ്ട് 25 സീറ്റുകളുടെ വ്യത്യാസം ഇപ്പോഴുണ്ട്. ഇത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് NDA ക്യാമ്പിന് വലിയൊരു ആശ്വാസമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായി ബില്ലിൽ സൂചിപ്പിച്ച പോലെ പോസ്റ്റൽ ബാലറ്റുകൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഒരു ഇത് ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 66-38 എന്നുള്ളത് മഹാസഖ്യത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ സീറ്റ് നിലയാണ് ഇപ്പോൾ. തീർച്ചയായും അതായത് നമ്മൾ ആദ്യഘട്ടത്തിൽ പറയുന്നത് പോലെ അത്രത്തോളം ഈസിയായി NDAക്ക് ഉയർന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലെ കണക്കുകൾ പ്രകാരമില്ല. സമയം ഇപ്പോൾ 8:30 വോട്ടെണ്ണാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറാകുന്നു. പോസ്റ്റൽ വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായും എണ്ണിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നമ്മൾ ബാലറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അരമണിക്കൂറുണ്ട്. EVM-കൾ ഇപ്പോൾ എന്താണെങ്കിലും എണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. കറക്റ്റ് 8:30 സമയം. ഒരു 10 മിനിറ്റിനുള്ളിൽ EVM-കളുടെ ഫലം കൂടി വന്നു തുടങ്ങും. അപ്പോൾ ഈ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ സ്വാഭാവികമായും NDAക്ക് ഒരു മുന്നേറ്റം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഒരു ഏകദേശം 8:50 നമുക്കൊരു ചെറിയൊരു ചിത്രം തെളിഞ്ഞു കിട്ടുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ പ്രകാരം 68-39 40 സീറ്റിലേക്ക് അടുത്തു. 68-39 എന്നുള്ള നിലയിൽ പോവുകയാണ്. അതേഴ്സ് 5 സീറ്റുകളിലുണ്ട്. ഏതായാലും ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് EVM-കളുടെ പൊതുവെ ഭൂരിഭാഗം EVM-കളുടെയും ഫലങ്ങൾ അറിഞ്ഞു തുടങ്ങാം. 68-42 ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം. അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പോസ്റ്റൽ എണ്ണി കഴിഞ്ഞു. ബാലറ്റിലേക്ക് EVM-ലേക്ക് 68-42 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അതായത് ആ വ്യത്യാസം വലിയ രീതിയിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 69-42 അതേഴ്സ് 5. സ്വാഭാവികമായും ഒരു 15 മിനിറ്റോട് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു ചിത്രം കാണാൻ കഴിയും. എന്നാലും ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. 69-43 സീറ്റുകളിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാസഖ്യം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.